ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിലീറ്റിംഗ് ദ നോഡ് ഫ്രം എ സ്പെസിഫൈഡ് പൊസിഷനാണ്. ഓക്കെ, അതായത് ഏതെങ്കിലും രണ്ട് പർട്ടിക്കുലർ നോഡിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള ഒരു നോഡിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, സപ്പോസ് എ ബി എന്ന് പറയുന്ന രണ്ട് നോഡുകൾക്ക് ഇൻ ബിറ്റ്വീനുള്ള ഒരു നോഡിനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ലിങ്ക്ഡ് ലിസ്റ്റ് 10, 20, 30, 40, 50ൽ 20ക്കും 40ക്കും ഇടയിലുള്ള 30 എന്ന് പറയുന്ന വാല്യൂ ഉള്ള നോഡിനെ വേണം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യണം? നോഡ് എയിൽ നിന്ന് നോഡ് ബിയിലേക്ക് ലിങ്ക് സെറ്റ് ചെയ്യുക. ദെൻ അതിനിടയ്ക്കുള്ള നോഡിനെ ഫ്രീ ആക്കുക. അതാണ് നമ്മുടെ അൽഗോരിതം. ഓക്കെ, നിങ്ങൾക്ക് അൽഗോരിതം ആ ബോക്സിൽ വായിക്കാം. അതാണ് നമ്മുടെ അൽഗോരിതം. ഇനി എങ്ങനെ അത് പോസിബിൾ ആക്കുന്നു? നമ്മൾ ഇൻസേർഷനിൽ പഠിച്ച അതേ കൺസെപ്റ്റാണ്. ആ ഡിലീറ്റ് ചെയ്യേണ്ടതായ നോഡിൻ്റെ അഡ്രസ് ഫീൽഡിലെ അഡ്രസ്സ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നോഡ് എയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ പറയുന്നത് പ്രോഗ്രാമിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നാണ്. അൽഗോരിതത്തിൽ ഇത്രയും മാത്രം സ്റ്റെപ്പ് പറഞ്ഞു. ശരിക്കും ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്യേണ്ട നോഡിൻ്റെ അഡ്രസ് ഫീൽഡിലെ അഡ്രസ്സ് എടുത്ത് നോഡ് എയുടെ അഡ്രസ് ഫീൽഡിലേക്ക് സെറ്റ് ചെയ്തു. അപ്പോൾ എന്തായി? എയിൽ നിന്ന് ബിയിലേക്ക് ലിങ്ക് ആയി. ബിയുടെ അഡ്രസ്സാണ് ഇപ്പം എയുടെ ഫീൽഡിലുള്ളത്. അങ്ങനെ ഇൻ ബിറ്റ്വീനിലുള്ള 30 എന്ന് പറയുന്ന നോഡിൻ്റെ അഡ്രസ്സ് അവിടുന്ന് പോയി. അങ്ങനെ ആ നോഡ് ഫ്രീ ആയി. ഇനി അതിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ യാതൊരു വഴിയുമില്ല. ഇതാണ് ഒരു പർട്ടിക്കുലർ പൊസിഷനിലെ നോഡിനെ ഡിലീറ്റ് ചെയ്യേണ്ട അൽഗോരിതം. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഫോർവേഡ് ഡയറക്ഷനിൽ ഓരോ നോഡിനെയും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻസേർഷനും ഡിലീഷനും സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ ഈസിയാണ്. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തൊട്ടു പുറകിലുള്ള പ്രിസീഡിങ് നോഡിൻ്റെ യാതൊരു ഇൻഫർമേഷനും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പ്രിസീഡിങ് നോഡിൻ്റെ ഏതാണെന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ പറ്റുന്നില്ല. ഒരു ബാക്ക്വേർഡ് ട്രാവേഴ്സിൽ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് അലൗ ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്. അതുപോലെ സെക്കൻഡ് എന്ന് പറയുന്നത് ഈ ആക്സസിങ് ഓരോന്നും അടുത്ത അഡ്രസ്സ് കണ്ടുപിടിച്ചു അങ്ങനെ ഓരോ ലിങ്കും ട്രാവേഴ്സ് ചെയ്യുന്നതിന് ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇതാണ് രണ്ട് ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കുലാർ ലിങ്ക്ഡ് ലിസ്റ്റാണ്. നമ്മൾ സർക്കുലാർ ക്യൂ പഠിച്ചതാണ്. അപ്പോൾ സർക്കുലാർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. സർക്കുലാർ ആണ്. അതായത് ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ് ഫീൽഡ് നൾ ആയിരിക്കത്തില്ല. അതിന് പകരം എന്തായിരിക്കും? അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡായിരിക്കും. ഒരു സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ ലാസ്റ്റ് നോഡ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരുന്നത്? നൾ വാല്യൂ വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരുന്നത്. സർക്കുലാർ ലിങ്ക്ഡ് ലിസ്റ്റിൽ ആ കൺസെപ്റ്റ് മാറി. അതിന് പകരം ലാസ്റ്റ് നോഡിൽ ഉണ്ടായിരിക്കുക എന്താണ്? ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ്. ക്ലിയർ ആണോ? ആ ഫിഗർ നോക്കിക്കേ. ലാസ്റ്റ് നോഡ് എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് നോഡിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. സർക്കുലാർ ലിങ്ക്ഡ് ലിസ്റ്റ് ക്ലിയർ ആയി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻസേർട്ടിങ് എ നോഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സർക്കുലാർ ലിങ്ക്ഡ് ലിസ്റ്റ് നോക്കാം. ഓക്കെ, നമ്മൾ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിലെ ഇൻസേർഷൻ പഠിച്ചതാണ്. അതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒരു ന്യൂ നോഡ് മെമ്മറി അലോക്കേറ്റ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്തു. അതിനുശേഷമുള്ള സ്റ്റെപ്പിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ നോക്കും ലിസ്റ്റ് എം ടി ആണോ. എം ടി ആണെങ്കിൽ എന്ത് ചെയ്യും? പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യും. ഇവിടെ അങ്ങനെ തന്നെ. പക്ഷേ ഒരു വ്യത്യാസമുള്ളത് ഫസ്റ്റ് ഈക്വൽ ടു ലാസ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡെന്ന് സെറ്റ് ചെയ്യും. എന്താണെന്നുള്ളത് അടുത്ത സ്റ്റെപ്പ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ലാസ്റ്റും കൂടെ സെറ്റ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു സർക്കുലാർ ലിങ്ക്ഡ് ലിസ്റ്റിൽ ലാസ്റ്റ് നോഡും എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുക? ഫസ്റ്റ് നോഡിലേക്കാണ് പോയിൻ്റ് ചെയ്യുക. ഓക്കെ, ഹെഡ് പാർട്ടും ഫസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്തിരിക്കും. ലാസ്റ്റിൻ്റെ അഡ്രസ് ഫീൽഡും ഫസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇനി ലിങ്ക്ഡ് ലിസ്റ്റിൽ ഓൾറെഡി നോഡുകളുണ്ട്. ഒരു 2-3 നോഡുകൾ ഓൾറെഡി ലിങ്ക്ഡ് ലിസ്റ്റിലുണ്ട്. പക്ഷേ നമുക്ക് ബിഗിനിങ്ങിലേക്ക് ഒരു പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. ആ ഫിഗറിൽ നോക്കിയേ. 10, 20, 30 ഈ 3 നോഡുകൾ ഓൾറെഡി ഉണ്ട്. 10 എന്ന് പറയുന്ന ഫസ്റ്റ് നോഡ്, 30 എന്ന് പറയുന്ന ലാസ്റ്റ് നോഡ്. നമ്മളൊരു പുതിയ മെമ്മറി ലൊക്കേഷൻ ഉണ്ടാക്കി അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്തു 40. ഇനി എന്ത് ചെയ്തു? ഹെഡ് പാർട്ടിൽ ഫസ്റ്റ് നോഡായിട്ട് 40യെ സെറ്റ് ചെയ്തു. ദെൻ ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ് പാർട്ടിലും നമ്മൾ എന്ത് കൊടുത്തു? ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് സെറ്റ് ചെയ്തു. ആരോ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. ഓക്കെ, ഇപ്പോൾ എന്തായി? ഫസ്റ്റ് അത് ഇൻസേർട്ടായി.
ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോ ബാക്ക് അടിച്ച് കേൾക്കണം. ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫിഗർ, നോഡിൻ്റെ ഫിഗറും അതിൻ്റെ ലിങ്ക് പോയിൻ്റ് ചെയ്യുന്ന ആരോസും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസേർട്ടിങ് എ ന്യൂ നോഡ് അറ്റ് ദ എൻഡ് ഓഫ് എ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, സാധാരണ എപ്പോഴും പറയുന്ന പോലെ ഒരു മെമ്മറി ന്യൂ നോഡിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുക, അതിൽ ഇൻഫർമേഷൻ ആഡ് ചെയ്യുക, അതായത് വാല്യൂ കൊടുക്കുക. അതിനുശേഷം എം ടി ലിസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഈക്വൽ ടു ലാസ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ്, അത് അറ്റ് ദ ബിഗിനിങ്ങിനും സെയിം ആയിരുന്നു. ഇനി അതർവൈസ് അതിനകത്ത് ഓൾറെഡി നോഡുകൾ ഉണ്ടെങ്കിൽ എന്താണ് വ്യത്യാസം വരുന്നത്, ലാസ്റ്റ് നോഡിൻ്റെ എൻഡിലേക്കാണ് നമുക്ക് ഈ പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ലാസ്റ്റ് നോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് നോഡിലേക്കാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. സർക്കുലർ ആയതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് നോഡിൻ്റെ അവസാനം കണ്ടുപിടിക്കണമെങ്കിൽ ലാസ്റ്റ് നോഡ് നള്ളല്ല, അത് ഫസ്റ്റ് നോഡിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് ലാസ്റ്റ് നോഡിലെത്തിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡിൻ്റെ അഡ്രസ് ഫീൽഡിലേക്ക് എന്തു കൊടുക്കണം, ഇപ്പോഴത്തെ ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ് ഫീൽഡിലുള്ള ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ക്ലിയർ ആയോ? നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡിൻ്റെ അഡ്രസ് ഫീൽഡിലേക്ക് ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് സെറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഇതിനെ ലാസ്റ്റ് നോഡായിട്ട് സെറ്റ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇതിന് ഫസ്റ്റ് നോഡിലേക്കുള്ള അഡ്രസ്സ് മിസ്സായിപ്പോവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ന്യൂ നോഡിൻ്റെ അഡ്രസ് ഫീൽഡിലേക്ക് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കറൻ്റ്ലി ഉള്ള ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ് ഫീൽഡിൽ ഈ പുതിയ നോഡിൻ്റെ അഡ്രസ്സ് കൊടുത്തു. ഓക്കെ, ആ ഫിഗർ ശ്രദ്ധിച്ച് 10, 20, 30 ഇത്രയും നോഡ്സ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്നു. നമ്മളൊരു പുതിയ നോഡ് ഉണ്ടാക്കി അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്തു. എത്രയാണ്, 40 കൊടുത്തു. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നോഡിൽ, അതായത് 30 എന്ന് പറയുന്ന നോഡിലുണ്ടായിരുന്ന ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എടുത്ത് എവിടെ കൊടുത്തു, 40 എന്ന് പറയുന്ന നോഡിൻ്റെ അഡ്രസ് ഫീൽഡിൽ കൊടുത്തു. ദെൻ എന്ത് ചെയ്തു, ഇപ്പോൾ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ലാസ്റ്റ് ലിങ്ക് അവിടെ ഉണ്ട്. ഇനി 40ക്ക് എന്ത് കൊടുക്കണം, 40യെ എവിടെ ഐഡൻറ്റിഫൈ ചെയ്യണം, 30യുടെ അഡ്രസ് ഫീൽഡിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 30യുടെ അഡ്രസ് ഫീൽഡിൽ പുതിയ നോഡിൻ്റെ അഡ്രസ്സും സെറ്റ് ചെയ്തു. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. വീണ്ടും വീണ്ടും കേട്ടാലും കുഴപ്പമില്ല. കൺസെപ്റ്റ് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ അൽഗോരിതം വളരെ സിമ്പിളാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിലീറ്റിംഗ് എ നോഡ് ഫ്രം ദ ബിഗിനിങ് ആണ്. സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിൽ നിന്നൊരു നോഡിനെ ഡിലീറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നു ലിസ്റ്റ് എം ടി ആണോ എന്ന്. എം ടി ആണ്, അതിനകത്ത് ഒരു നോഡും ഇല്ലെങ്കിൽ നമ്മൾ പറയും ലിസ്റ്റ് എം ടി ആണ്, ഡിലീഷൻ പോസിബിൾ അല്ല എന്ന് പറയും. ഇനി നമ്മൾ നോക്കുവാണ് ലിസ്റ്റിൽ ആകെ ഒരു നോഡേ ഉള്ളൂവെങ്കിൽ, നമ്മുടെ കണ്ടീഷൻ എന്താ, ഫസ്റ്റ് ഈക്വൽ ടു ലാസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ നോഡിനെ ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് ഈക്വൽ ടു ലാസ്റ്റ് ഈക്വൽ ടു നൾ എന്ന് സെറ്റ് ചെയ്യും. അപ്പം അതിൽ ഇപ്പം എന്തായി, ആ ഒരു നോഡ് ഉണ്ടായിരുന്നതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി തേർഡ് ആണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. കഴിഞ്ഞ ഒരു അൽഗോരിതത്തിൽ LOC സെറ്റ് ചെയ്ത പോലെ ഒരു ടെമ്പററി പോയിൻ്റർ നമ്മൾ ഫസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യും. എന്തിനാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റിൻ്റെ തൊട്ട് നെക്സ്റ്റ് നോഡിനെ കിട്ടാൻ വേണ്ടി മാത്രം. അങ്ങനെ പോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ടിനെ എന്ത് ചെയ്യണം, ആ നെക്സ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യിക്കണം. കാരണം ആ നെക്സ്റ്റ് നോഡാണ് ഇനി തൊട്ട് എന്താകുക, ഫസ്റ്റ് നോഡാവുക. അതുകൊണ്ട് ആ സെക്കൻഡ് നോഡിലേക്ക് നമ്മൾ പോയിൻ്റ് ചെയ്യിപ്പിച്ചു. ദെൻ ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ് ഫീൽഡും എന്താക്കി മാറ്റണം, ഇപ്പോഴത്തെ ആ നെക്സ്റ്റ് നോഡിലേക്ക് സെറ്റ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് നോഡിനെ ഡിലീറ്റ് ചെയ്യാം. ഞാനിങ്ങനെ അൽഗോരിതം പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് ഒന്നുകൂടെ കേൾക്കണം. സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് വേണം ഈ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് കേൾക്കാൻ. ഇനി ഏത് അൽഗോരിതം പഠിക്കുമ്പോഴും ആ ഫിഗർ വെച്ച് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഫിഗർ ശ്രദ്ധിക്കുക. നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിൽ 3 നോഡാണ് ഉണ്ടായിരുന്നത്, 10, 20, 30. നമുക്ക് എന്താ ചെയ്യേണ്ടത്, 10 എന്ന് പറയുന്ന നോഡിനെ ഡിലീറ്റ് ചെയ്യണം, ഫസ്റ്റ് നോഡിനെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ട് ഫസ്റ്റിൻ്റെ നെക്സ്റ്റ്, അതായത് സെക്കൻഡ് നോഡിലേക്ക് ഒരു പോയിൻ്റർ സെറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം 20ലേക്ക് ഒരു പോയിൻ്റർ. ഓക്കെ, ദെൻ എന്ത് ചെയ്തു, ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ് ഫീൽഡും ഈ നെക്സ്റ്റ് നോഡ് അഥവാ ഇനി ഇപ്പോൾ സെക്കൻഡ് ഡിലീഷൻ കഴിയുമ്പോൾ ഫസ്റ്റാക്കി സെറ്റ് ചെയ്യേണ്ട നോഡിലേക്ക് എന്ത് ചെയ്തു, ലാസ്റ്റ് നോഡിൻ്റെ പോയിൻ്ററും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആദ്യത്തെ
ഫസ്റ്റ് നോഡ് അതായത് 10 എന്ന് പറയുന്ന വാല്യൂവിനെ ഈസി ആയിട്ട് ഫ്രീ ആക്കാൻ പറ്റും. കാരണം ഇപ്പോൾ അതിനകത്ത് ഒരു ലിങ്കും സെറ്റായിട്ടില്ല, എല്ലാ ലിങ്കും നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അടുത്തത് ഞാനൊരു അസൈൻമെൻറ്റ് പറയുവാണ്. ഡിലീറ്റിംഗ് എ നോഡ് ഫ്രം ദ എൻഡ്. അത് നിങ്ങൾ തന്നെത്താനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം, എന്നിട്ട് അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ദെൻ അടുത്ത റിവ്യൂ മീറ്റിങ്ങിൽ ഇത് ഞാൻ ഓരോരുത്തരെ കൊണ്ടും പറയിപ്പിക്കും. അപ്പോൾ ഇപ്പം അസൈൻമെൻ്റായിട്ട് ഡിലീറ്റിംഗ് എ നോട്ട് ഫ്രം ദ എൻഡ് ചെയ്യണം. ഡൗട്ടുകളുണ്ടെങ്കിൽ നമുക്ക് റിവ്യൂ മീറ്റിങ്ങിൽ ക്ലിയർ ചെയ്യാം. ഇനി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അഡ്വാൻറ്റേജസിൽ ഇപ്പം നമുക്ക് ഈസി ആയിട്ട് നോഡിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഡിലീഷനും വളരെ ഈസിയാണ്, കൺകാറ്റിനേഷൻ ഈസിയാണ്. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു ഇൻഫൈനൈറ്റ് ലൂപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഹെഡ് നോഡ് സ്റ്റാർട്ടിലും എൻഡിലും പോയിൻ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം. അതുപോലെ ഇപ്പോഴും ബാക്ക്വേർഡ് ട്രാവേഴ്സിങ് പോസിബിൾ അല്ല, ആണോ? ഫസ്റ്റ് നോഡിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് എത്തി അടുത്ത നോഡിലെത്താം, പക്ഷേ തൊട്ട് പുറകിൽ പ്രിസീഡിങ് നോഡിലേക്ക് നമുക്ക് ട്രാവേഴ്സിങ് ഇപ്പോഴും പോസിബിൾ അല്ല. ഓക്കെ, ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്. എനിവേ, താങ്ക് യു. നന്നായിട്ട് ശ്രദ്ധിച്ച് വീഡിയോ വീണ്ടും വീണ്ടും കേൾക്കുക. റിവ്യൂ മീറ്റിങ്ങിൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. താങ്ക് യു.